സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ശ്രീരാമകൃഷ്ണ വചനാമൃതം വോള്യം 1 ഭാഗം 17 അധ്യായം 8. 10-ാം ദിവസം മാസ്റ്റർ മഹാശയൻ ശ്രീരാമകൃഷ്ണദേവനോടൊപ്പം അവധിക്കാലം ഡിസംബറിലെ ക്രിസ്മസ് അവധിക്കാലം ദക്ഷിണേശ്വരത്ത് സാധനാ ജീവിതത്തിന് വന്ന 10-ാം ദിവസമായി. ഏകദേശം പകുതിയോളം പിന്നിട്ടിരിക്കും. സാധന ഏതാണ്ട് 21 ദിവസത്തോളമാണ്. ജനുവരി ഇതിപ്പോൾ ഡിസംബർ 23, 1883 ഡിസംബർ 23 ഞായറാഴ്ചയായി. അടുത്ത ജനുവരി 5 വരെ എങ്ങാണ്ട് ഭഗവാന്റെ അടുത്ത് ഇദ്ദേഹം താമസിക്കുന്നുണ്ട്. 13-ാം തീയതി വന്നു. 14-ാം തീയതി മുതൽ തുടങ്ങി അപ്പോൾ 23 10 ദിവസം ആയി. അപ്പോൾ ഓരോ തവണയും ഓരോ ദിവസവും നമ്മളിതിൽ നോക്കി പോകുമ്പോൾ, വചനാമൃതത്തിൽ ഈ ഭാഗം നോക്കി പോകുമ്പോൾ ഓരോ ദിവസവും ഓരോ വിധത്തിലുള്ള ആധ്യാത്മിക പാഠമാണ് ഭഗവാൻ മാസ്റ്റർ മഹാശയന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ സാധനാകാലമാണ് യഥാർത്ഥത്തിൽ മാസ്റ്റർ മഹാശയൻ്റെ ജീവിതത്തിൽ തൻ്റെ ജീവിതോദ്ദേശം പൂർത്തീകരിക്കുന്നതിന്, മാസ്റ്റർ മഹാശയൻ്റെ ജീവിതോദ്ദേശം എന്തിനാണോ ഭഗവാന്റെ അടുത്ത് വന്നത്, എന്തിനാണ് ഭഗവാന്റെ ഒപ്പം ചെലവഴിച്ചത്, അത്തരം കാര്യങ്ങളുടെ എല്ലാം ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ആ പ്രയാണത്തിനുള്ള ശക്തി, ഊർജം ചാർജ് ചെയ്തുകൊണ്ടിരിക്കുക കൃത്യമായിട്ട്. ഈ ഒരു സാധനാകാലം കഴിയുന്നതോടുകൂടി വചനാമൃതത്തിൻ്റെ 1-ാം വോള്യം അവസാനിക്കും. 2-ാം വോള്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നീട് ഉള്ളത് ഭഗവാന്റെ ഓരോ തരത്തിലുള്ള വൈഷമ്യങ്ങളിലേക്ക്, അതായത് ഈ ഒരു മനുഷ്യജന്മം എടുത്തതിൻ്റെ പേരിലുള്ള വൈഷമ്യങ്ങളിലേക്കൊക്കെ ഇങ്ങനെ പതുക്കെ ഭഗവാനും നീങ്ങിക്കൊണ്ടിരിക്കുക. ഇതുകൊണ്ടാണ് ഈ ഒരു ഘട്ടം കൊണ്ട് മാസ്റ്റർ മഹാശയന് പാഠഭാഗങ്ങൾ നൽകി കഴിയുന്നതോടുകൂടി ഏകദേശം വചനാമൃതം ഭാവിയിൽ എഴുതപ്പെടാനുള്ളതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ തവണ ഭക്തിയെക്കുറിച്ചായിരുന്നു. കഴിഞ്ഞ തവണ ഈശ്വരൻ അവതാരമെടുക്കുന്നത് ഭക്തി ഉപദേശിക്കാനാണ്. ഈ അവതാര ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത് മറ്റൊന്നും അല്ല, ഭക്തി ഉപദേശിക്കുക. ഏറ്റവും പ്രധാനവും ഭക്തി തന്നെയാണ്. മറ്റെന്തെല്ലാം ആധ്യാത്മിക വശങ്ങൾ ഉണ്ടെങ്കിൽ പോലും, ജ്ഞാനത്തിൻ്റെതായാലും ശരി, അല്ലെങ്കിൽ കർമ്മത്തിൻ്റെ വഴിയായാലും ശരി, എല്ലാം ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മാർഗമായി തന്നെയാണ് ഉപനിഷത്തുകളും വേദങ്ങളുമെല്ലാം ഉദ്ഘോഷിക്കുന്നത്. പക്ഷേ അതിനെല്ലാം ഉപരിയായി ഭക്തിയെക്കുറിച്ച്, ഭക്തി എന്താണ് എന്ന് ഏതൊരു സാധാരണ മനുഷ്യന് പോലും മനസ്സിലാകുന്ന തരത്തിൽ ആ കലിയുഗത്തിൻ്റെ ഏറ്റവും മോചനമാർഗം അത് ഭക്തിമാർഗം ആണെന്ന് ഭഗവാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മെ ഓരോ നിമിഷവും. അതാണ് ഇവിടെയും ഭഗവാൻ ഈ
സാധനാകാലത്ത് മാസ്റ്റർ മഹാശയന് നൽകുന്ന പാഠവും അത് തന്നെയാണ്. ഭക്തിയെക്കുറിച്ചാണ്. ഭക്തിക്കാണ് പ്രാധാന്യം. ഇവിടെ ഈ 10-ാം ദിവസത്തിലെത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മാസ്റ്റർ മഹാശയന് പൂർണ്ണമായ അറിവ് ലഭിക്കുകയാണ് 10 ദിവസം പിന്നിട്ടപ്പോൾ. ഈ 10 ദിവസത്തെ ഒന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ പൂർണ്ണമായ ഒരു അറിവിലേക്ക് മാസ്റ്റർ മഹാശയനെ എത്തിക്കുന്നു. അതായത് സാകാരവാദത്തെക്കുറിച്ചായാലും ശരി, നിരാകാരവാദത്തെക്കുറിച്ചായാലും ശരി, സമാധി അവസ്ഥയെക്കുറിച്ച്, അങ്ങനെ ഓരോരോ ഘട്ടങ്ങൾ കടന്ന് വരുന്ന തരത്തിൽ ഒരു പൂർണ്ണമായ അറിവിലേക്ക് മാസ്റ്റർ മഹാശയനെ നയിക്കുന്ന തരത്തിലാണ് ഈ കഴിഞ്ഞ 10 ദിവസം പിന്നിട്ട് വന്നത്. അപ്പോൾ മാസ്റ്റർ മഹാശയനുള്ളിൽ തന്നെ ആ അറിവിൻ്റെ വെളിച്ചത്തിൽ മാസ്റ്റർ മഹാശയൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം ഉയരുകയാണ്. അതിതാണ്: അഹേതുക കൃപാസിന്ധുവാണ് ശ്രീരാമകൃഷ്ണദേവൻ. അങ്ങനെയുള്ള ശ്രീരാമകൃഷ്ണദേവൻ എന്തിനാണ് ഇവിടെ അവതാരമെടുത്തു വന്നത്? ലോക ശിക്ഷണത്തിന് വേണ്ടി. അങ്ങനെ ഒരു പൊതു തീരുമാനത്തിൽ വേണമെങ്കിൽ എത്താം. അതാണല്ലോ അവതാര ഉദ്ദേശം എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ മാസ്റ്റർ മഹാശയൻ കഴിഞ്ഞ 10 ദിവസം പിന്നിട്ടപ്പോൾ മാസ്റ്റർ മഹാശയന് ബോധ്യപ്പെട്ടത് ലോക ശിക്ഷണത്തിന് വേണ്ടി എന്ന ഒരു ചെറിയ ഇതിൽ ഒതുക്കാൻ ഒക്കില്ല ശ്രീരാമകൃഷ്ണദേവൻ്റെ അവതാര ഉദ്ദേശത്തെ, അവതാര ലീലയെ. അതിനെല്ലാം ഉപരി മാസ്റ്റർ മഹാശയൻ അതിനെ വിലയിരുത്തുന്നത് മാസ്റ്റർക്ക് ചൈതന്യം ഉണരാൻ വേണ്ടി. മാസ്റ്റർ മഹാശയൻ സ്വയം മാസ്റ്റർ മഹാശയനെ തന്നെ ഒന്ന് നിരീക്ഷിക്കുകയാണ് ഇവിടെ. ഒരു സാധനാകാലം കൊണ്ട് തനിക്ക് എന്ത് പ്രോഗ്രസ് ആണ് ഇതിനകത്തുണ്ടായത്? അതൊരു വലിയ അത്യാവശ്യമാണ്. നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ സാധന അനുഷ്ഠിക്കുകയും അങ്ങനെ ദിവസങ്ങൾ എണ്ണി തീർക്കുകയും ചെയ്തുകൊണ്ട് ഒരർത്ഥവുമില്ല. അതുകൊണ്ട് മാസ്റ്റർ മഹാശയൻ സ്വയം ഒന്ന് ഒരാത്മപരിശോധന നടത്തിയിട്ട് മാസ്റ്റർ മഹാശയൻ തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്: ആത്മചൈതന്യം ഉണരാൻ വേണ്ടി, ചൈതന്യം ഉണരാൻ വേണ്ടി. അല്ലെങ്കിൽ മാസ്റ്റർ തന്നെയാണ് അതായത് മഹേന്ദ്രനാഥ്, ഇവിടെയാണ് ആ ഡ്യുവാലിറ്റിയുടെ ഒരു ഘടകം കടന്നു വരിക. കാര്യം എഴുതുന്ന മഹേന്ദ്രനാഥ ഗുപ്ത, അതായത് വചനാമൃതം എഴുതുന്ന മഹേന്ദ്രനാഥ ഗുപ്തയും അവതരിപ്പിക്കുന്ന ഇതിലെ കഥാപാത്രമായി വരുന്ന മാസ്റ്റർ മഹാശയനും തത്വത്തിൽ രണ്ടുപേരും ഒന്നാണെങ്കിൽ പോലും മാസ്റ്റർ മഹാശയൻ ഈ രചനയിൽ, മഹേന്ദ്രനാഥ ഗുപ്ത ഈ രചനയിൽ മാസ്റ്റർ മഹാശയനെ വേറിട്ട ഒരു എൻറ്റിറ്റി ആയിട്ടാണ് കാണുന്നത്, വേറിട്ട ഒരു വ്യക്തിത്വമായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. മാസ്റ്റർക്ക് എങ്ങനെ എന്ത് ചിന്തിക്കുന്നു, മാസ്റ്റർ ഏത് തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിൽ മഹേന്ദ്രനാഥ ഗുപ്ത മാസ്റ്റർ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ വേറിട്ട് സൃഷ്ടിച്ച പോലെ സ്വന്തം കാര്യം അവതരിപ്പിക്കുകയാണ്. രണ്ടുപേരും ഒന്നാണ്. പക്ഷെ ഇവിടെ മാസ്റ്റർ എന്ന് പറയുന്ന, ആ മാസ്റ്റർ മഹാശയൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ മഹേന്ദ്രനാഥ ഗുപ്തയുടെ വ്യക്തിത്വമായിട്ട് യോജിപ്പിക്കുന്നില്ല. മഹേന്ദ്രനാഥ ഗുപ്ത രചയിതാവ് സ്വയം തന്നെ ആ മാസ്റ്ററുമായിട്ട് യോജിപ്പിക്കുന്നില്ല. എന്നാൽ തൻ്റെ എല്ലാ ഗുണങ്ങളും ഈ മാസ്റ്ററിൽ ഉണ്ടേനും. ഇത് നമ്മൾ നേരത്തെ കുറച്ച് ഇതിനു മുമ്പ് സാധനാകാലം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് മഹേന്ദ്രനാഥ ഗുപ്ത, എഴുത്തുകാരനായ മഹേന്ദ്രനാഥ ഗുപ്ത ഇവിടെ പറയുന്നത് എന്തിനാണ് ശ്രീരാമകൃഷ്ണദേവൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, അവതാരത്തിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഈ മാസ്റ്റർക്ക് ചൈതന്യം ഉണരണം. മാസ്റ്റർക്ക് ചൈതന്യം ഉണരണമെങ്കിൽ ആദ്യം മാസ്റ്ററിലുള്ള വിശ്വാസം ഉറപ്പാകണം.
അത് ഉറച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ മാസ്റ്ററെ ശ്രീരാമകൃഷ്ണദേവൻ എന്തൊക്കെയാണ് പഠിപ്പിച്ചത് ഇതിനകം? ഒന്ന്, നിത്യ ആനന്ദമാണ്. ശ്രീരാമകൃഷ്ണദേവൻ എന്ന് പറയുന്നത്, ആ അവതാര സ്വരൂപം എന്ന് പറയുന്നത് നിത്യ ആനന്ദമാണ്. സർവം ചൈതന്യമാണ്, നിത്യം ആനന്ദമാണ്, കൂടാതെ സർവവും ചൈതന്യവുമാണ്. ഈ സർവം ചൈതന്യം ആണ് എന്ന് പഠിപ്പിച്ചതാണ് നേരത്തെ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ പോലെ, പൂജാരിയായിരിക്കെ കളിക്ഷേത്രത്തിലെത്തുമ്പോൾ അവിടെ കാണുന്ന പടിയും പടിക്കെട്ടും വാതിലും നിവേദ്യവും കാളീരൂപവും കാണുന്നത് എന്തൊക്കെയോ അതെല്ലാം, അവിടെ വന്ന അതിനകത്ത് കയറിക്കൂടിയ പൂച്ച ഉൾപ്പെടെ എല്ലാം സർവം ഒരേ ചൈതന്യം. അപ്പം ആ സർവം ചൈതന്യമാണ് എന്ന ബോധ്യപ്പെടുത്തൽ. മാത്രമല്ല നിത്യ ആനന്ദ സ്വരൂപമാണ് ശ്രീരാമകൃഷ്ണദേവൻ. അപ്പം ചൈതന്യം ദർശിക്കണമെങ്കിൽ ഈ ചൈതന്യം എങ്ങനെ ദർശിക്കാൻ പറ്റും? ഇപ്പം സർവവും ചൈതന്യവത്താണ് എന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ സർവവും ചൈതന്യവത്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നിത്യാനന്ദം അനുഭവിക്കണം. നിത്യാനന്ദം അനുഭവിക്കുന്നവർക്ക് മാത്രമേ സർവം ചൈതന്യം എന്നുള്ള ദർശനം സാധ്യമാവൂ. നമ്മളാരും നിത്യാനന്ദം അനുഭവിക്കുന്നില്ല. കാരണം നമ്മുടെ ആനന്ദം എന്ന് പറയുന്ന അവസ്ഥ തന്നെ വളരെ വിരളമാണ്. നമ്മൾ ഈ സന്തോഷത്തെയാണ് ആനന്ദം ആയിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ആ നിത്യാനന്ദം, ഇപ്പം ഹാപ്പിനെസ്സിനെ ബ്ലിസ്സായിട്ട് കാണാൻ പറ്റില്ല. ഇംഗ്ലീഷിലാകുമ്പോൾ അതിന് കുറച്ചുകൂടെ വാക്കിന് കുറെ കൂടെ അർത്ഥം ഗ്രാഹ്യമുണ്ടാകും. ഇവിടെ സന്തോഷത്തിന് ആനന്ദമായിട്ട് കാണാൻ പറ്റില്ല. ആനന്ദം എന്ന് പറയുന്നത് പിന്നെ ആ അവസ്ഥ മാറുന്നില്ല. സന്തോഷത്തിന് മാറ്റം ഉണ്ടാകുന്നു. സന്തോഷം നിലനിൽക്കണമെന്നില്ല. സന്തോഷം കുറച്ച് സമയത്തേക്ക് മാത്രം നിലനിൽക്കുന്ന ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭൗതികമായ അവസ്ഥയെ ഡിപ്പെൻഡ് ചെയ്ത് ഉണ്ടാകുന്ന ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് സന്തോഷം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകും. ആൾ മടങ്ങിപ്പോകുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകും. അപ്പോൾ ആ ആള് സന്തോഷത്തിൻ്റെ അടിസ്ഥാനമല്ല, ആ കണ്ട ആള് സന്തോഷത്തിൻ്റെ അടിസ്ഥാനമല്ല, ഹേതുവാകുന്നില്ല. അങ്ങനെ സന്തോഷത്തിൻ്റെ ഹേതുവായിരുന്നുവെങ്കിൽ അയാൾ പോകുമ്പോഴും അയാൾ മടങ്ങിപ്പോയി കഴിഞ്ഞാലും ഈ സന്തോഷം നമ്മൾ നിലനിൽക്കണമായിരുന്നു. നമുക്കൊരു സമ്മാനം കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകും. പക്ഷേ ആ സന്തോഷം നിലനിൽക്കുന്നില്ല. അപ്പോൾ ആ സമ്മാനം ഒരു ഹേതുവാകുന്നില്ല. പക്ഷെ ആനന്ദത്തെ സംബന്ധിച്ചിടത്തോളം അത് അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ അവസ്ഥ, ആനന്ദാവസ്ഥ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് ഒരിക്കലും ഒരു മാറ്റം സംഭവിക്കുന്നില്ല. അങ്ങനെ ഒരു മാറ്റം സംഭവിക്കാത്ത ആനന്ദത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാൾക്ക് മാത്രമേ ചൈതന്യത്തെ കാണാൻ പറ്റൂ, ചൈതന്യത്തെ ദർശിക്കാൻ പറ്റൂ. ഇതാണ് ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർ മഹാശയന് കഴിഞ്ഞ 10 ദിവസമായിട്ട് പഠിപ്പിച്ചുകൊണ്ടുവരുന്നത്. ഇത് ശ്രീരാമകൃഷ്ണദേവൻ ഇത് പറഞ്ഞ് പഠിപ്പിക്കുകയല്ല. ഇതാണ് ചൈതന്യമെന്നോ ഇതാണ് ആനന്ദമെന്നോ അല്ലെങ്കിൽ ഇതാണ് സർവചൈതന്യമെന്നോ ഒന്നും പഠിപ്പിക്കുന്നതല്ല. പക്ഷെ മാസ്റ്റർ സ്വയം ഇത് ഇത്രയും ദിവസത്തെ, ഈ കഴിഞ്ഞ 10 ദിവസത്തെക്കുറിച്ച് തൻ്റെ ഒരു ഗ്രാഫ് ഒന്ന് നോക്കുകയാണ്. തൻ്റെ ഒരു ഗ്രാഫ് എത്രമാത്രമാണ് എന്ന് മാസ്റ്റർ മഹാശയൻ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുന്നതാണ് ഇവിടെ. അപ്പോൾ എങ്ങനെയാണ് ശ്രീരാമകൃഷ്ണദേവൻ നിത്യാനന്ദ അവസ്ഥയെ മാസ്റ്റർ മഹാശയന് മനസ്സിലാക്കിച്ചു കൊടുത്തത്? അത് സദാ കാളി മാതാവിൽ പ്രേമാനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന
അവസ്ഥയെ ആണ് ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർ മഹാശയന് കാണിച്ചു കൊടുക്കുന്നത്. സദാസമയം കാളീ മാതാവിൽ ആനന്ദം കൊണ്ട് ആ കാളീ മാതാവിനെ മാത്രം എന്തിനും ഏതൊരു കാര്യത്തിനും കാളീ മാതാവിൽ മാത്രം ശരണാഗതി പ്രാപിച്ചുകൊണ്ടുള്ള ഒരു ഇരിപ്പ്, ആ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉള്ളിൽ കാളീ മാതാവിനോടുള്ള ആ അറ്റാച്ച്മെൻറ്റ്, ആ ചൈതന്യത്തെ ദർശിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ശ്രീരാമകൃഷ്ണദേവൻ്റെ മുഖത്ത് ആ കാന്തി പ്രകടമാകുന്നതായിട്ട് മാസ്റ്റർ മഹാശയൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രേമാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നു എന്ന ആ ഭാവം ശ്രീരാമകൃഷ്ണദേവൻ്റെ മുഖത്ത് നോക്കുമ്പോൾ സദാ കാണാം. അതായത് ശ്രീരാമകൃഷ്ണദേവന് ഭാവവ്യത്യാസമില്ല. മാസ്റ്റർ എന്ന് മുതലാണോ ശ്രീരാമകൃഷ്ണദേവനെ നേരിട്ട് കണ്ടു തുടങ്ങിയത് അന്ന് മുതൽ ഇന്ന് വരെ ആ മുഖത്ത് ഭാവവ്യത്യാസമേ ഇല്ല. അത് ആ ആനന്ദാവസ്ഥ ഇങ്ങനെ എപ്പോഴും ആ മുഖത്ത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് മാസ്റ്റർ മഹാശയന് ഭഗവാന്റെ ആ അവതാരമാണ് എന്ന ബോധമുണ്ടാകുന്നതിൻ്റെ ഒരു കാരണം. സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഒന്ന് മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നൊക്കെ പറയുന്നില്ല, അതേപോലെ മുഖത്ത് എപ്പോഴും ഭാവമാറ്റങ്ങൾ വന്നുകൊണ്ട്, എപ്പോഴും ഒരേ ഭാവത്തിലല്ലല്ലോ നമ്മളാരും. സാധാരണ ഒരു മനുഷ്യരും ഒരേ അവസ്ഥയിലല്ല മുഖം, പല വികാരങ്ങൾ മുഖത്ത് വന്നു പൊയ്ക്കൊണ്ടിരിക്കും ഒരേ സമയത്ത് തന്നെ. ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ പല വികാരങ്ങളായിരിക്കും. ഇവിടെ ശ്രീരാമകൃഷ്ണദേവനെ കണ്ടതിൽ പിന്നെ മാസ്റ്റർ മഹാശയൻ നോക്കിയപ്പോൾ ഒരേ ഭാവമാണത്. അത് ഒരു ആനന്ദാവസ്ഥയുടെ ഭാവമാണ്. ശ്രീരാമകൃഷ്ണദേവൻ ദക്ഷിണേശ്വരത്ത് എന്തിനെത്തി? എന്തിനാണ് ദക്ഷിണേശ്വരത്ത് എത്തിയത്? അതാണ് മാസ്റ്റർ മഹാശയൻ ഇവിടെ നമുക്ക് നൽകുന്ന മറുപടി. ശ്രീരാമകൃഷ്ണദേവൻ കമാർപുക്കൂറിൽ ജനിക്കുകയും പിന്നീട് ദക്ഷിണേശ്വരത്തേക്ക് എത്തുകയും ചെയ്യുന്നു. ശ്രീരാമകൃഷ്ണദേവൻ്റെ വരവാണ്, അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണദേവൻ വരുന്നതിന് വേണ്ടിയാണ് ദക്ഷിണേശ്വരം ക്ഷേത്രം സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മളതും നേരത്തെ വിശദമായി ചർച്ച ചെയ്തതാണ്. ഛാമാപ്പുക്കൂറിലാണ് ശ്രീരാമകൃഷ്ണദേവൻ ആദ്യമായി വരുന്നതെങ്കിലും ഇത് ഗദാധരൻ മൂത്ത ജ്യേഷ്ഠൻ രാമകുമാരന് വേണ്ടിയിട്ട് രാമകുമാരനോടൊപ്പം ഛാമാപ്പുക്കൂറിലാണ് വരുന്നത് എങ്കിലും ശ്രീരാമകൃഷ്ണദേവന് വരുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ദക്ഷിണേശ്വരം ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നത്. അത് നമ്മൾ വിശദമായും ഇതിനു മുമ്പ് നമ്മൾ ഇത് ചർച്ച ചെയ്തൊരു വിഷയമാണ്. അതുകൊണ്ട് അത് ഇപ്പോൾ ഇടുക. എന്നാലും മാസ്റ്റർ മഹാശയൻ ഇവിടെ ഈ കോൺടെക്സ്റ്റിൽ അതിനൊരു ഉത്തരം നൽകുന്നുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ ദക്ഷിണേശ്വരത്ത് എന്തിനെത്തി എന്നുള്ളതിൻ്റെ ഉത്തരം അതാണ് ഇവിടെ മാസ്റ്റർ മഹാശയൻ കണ്ടെത്തുന്നത്. എന്തിനാണ് ഇവിടെ എത്തിയത്? ദക്ഷിണേശ്വരത്ത് തന്നെ എത്തിയത്. അപ്പം ശ്രീരാമകൃഷ്ണദേവൻ കാളി മാതാവിൻ്റെ കുഞ്ഞായിട്ടാണ് പെരുമാറുന്നത്. അമ്മയെ വിട്ട് ഒരു നിമിഷം നിൽക്കാനാവില്ല. ഇത് മാസ്റ്റർ മഹാശയൻ്റെ നിരീക്ഷണങ്ങളിലൂടെയാണ് നമ്മളിത് മനസ്സിലാക്കി പോകുന്നത്. അമ്മയെ വിട്ടിട്ട് ഒരു നിമിഷം പോലും ശ്രീരാമകൃഷ്ണദേവന് വേറിട്ട് നിൽക്കാൻ പറ്റില്ല. സദാ അമ്മയുമായിട്ട് അറ്റാച്ച്ഡാണ്, കാളി മാതാവുമായിട്ട് അറ്റാച്ച്ഡാണ്. ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ട് അതിൽ സംശയമുണ്ടെങ്കിലും ശ്രീരാമകൃഷ്ണദേവൻ അപ്പോൾ ഉടൻ ചോദിക്കുന്ന, അമ്മേ ദേ ഇന്ന ആൾ നരേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ വന്ന ആളുകൾ ഇങ്ങനെ പറയുന്നല്ലോ, ഹസ്ര എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നല്ലോ, എന്തിനാ ഹസ്ര എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നു, ഇങ്ങനെ ആരെന്ത് രീതി പ്രവർത്തിച്ചാലും ശ്രീരാമകൃഷ്ണദേവൻ ഉടൻ തന്നെ അമ്മയോടാണ് സംസാരിക്കുക. മാസ്റ്റർ മഹാശയൻ അത് കണ്ടിട്ടുണ്ട്, അമ്മയോട് ഇങ്ങനെ ശ്രീരാമകൃഷ്ണദേവൻ സംസാരിക്കുന്നത്. മാസ്റ്റർ മഹാശയൻ സദാ ശ്രീരാമകൃഷ്ണദേവനോടുള്ള സമയങ്ങളിൽ പോലും ശ്രീരാമകൃഷ്ണദേവൻ ഇങ്ങനെ അമ്മയോട് സംസാരിക്കുന്നത്, കാളിമാതാവിനോട് സംസാരിക്കുന്നത് മാസ്റ്റർ മഹാശയൻ നേരിട്ട് കേട്ടിരുന്നിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ്റെ ചോദ്യവും ആ സംഭാഷണവും എല്ലാം കേട്ടിരുന്നിട്ടുണ്ട്.
അതുകൊണ്ടാണ് മാസ്റ്റർ മഹാശയൻ ഇവിടെ പറഞ്ഞത്, എന്തിനാണ് ദക്ഷിണേശ്വരത്ത് വന്ന്, അമ്മയുടെ കുഞ്ഞായതുകൊണ്ടാണ്. അമ്മയുടെ അടുത്തേക്ക് അല്ലാതെ പിന്നെ എങ്ങോട്ടാണ് ഒരു കുഞ്ഞു വരിക? അപ്പോൾ അമ്മയും ഈ കുഞ്ഞും ഇവിടെ ഒരേപോലെ അവതരിച്ചിരിക്കുക. അമ്മയും കുഞ്ഞും കൂടെ ഇവിടെ ഒരേപോലെ അവതരിച്ചിരിക്കുക. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ഒരു മാതൃഭാവത്തോടുള്ള ആഭിമുഖ്യം, അതാണ് ശ്രീരാമകൃഷ്ണദേവൻ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൂജയ്ക്കാണ് ശ്രീരാമകൃഷ്ണദേവൻ അവിടെ വന്നത്. ഔദ്യോഗികമായി പറഞ്ഞാൽ പൂജ ചെയ്യാനായിട്ടാണ് അവിടെ നിയമിതനാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചേട്ടൻ്റെ കാലശേഷം, അല്ലെങ്കിൽ ആ ചേട്ടന് ബുദ്ധിമുട്ട് വന്നപ്പോൾ അനിയൻ അത് ഏറ്റെടുക്കുന്നു, അനിയനെ അവിടെ നിയമിക്കുന്നു. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പൂജാരിയായിട്ടാണ്. ശ്രീരാമകൃഷ്ണദേവൻ്റെ റെക്കോർഡിക്കലി പൂജാരി എന്നുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ പൂജാരി എന്നുള്ളതാണ് റെക്കോർഡിക്കലി. അതിനുള്ള ശമ്പളമാണ് ശ്രീരാമകൃഷ്ണദേവന് 5 രൂപ ശമ്പളവും നിശ്ചയിച്ച്, മധുരനാഥ് വിശ്വാസ് 5 രൂപ ശമ്പളവും നിശ്ചയിച്ച്, അത് ക്ഷേത്രത്തിൻ്റെ ചടങ്ങ്, ആ ഒരു രീതിയാണ്. 5 രൂപ ശമ്പളവും പൂജാരി എന്നുള്ള തസ്തികയും ദേവസ്വം ബോർഡിൽ നിയമിക്കുന്ന പോലെ. അപ്പം പൂജയ്ക്കാണ് അവിടെ വന്നത്. അങ്ങനെയാണെങ്കിൽ പൂജ ചെയ്യുന്നില്ല എങ്കിൽ പിരിച്ചുവിട്ടാൽ പോരെ, അല്ലെങ്കിൽ അവിടുന്ന് പിന്നെ അവിടെ പ്രസക്തിയില്ല. മാസ്റ്റർ മഹാശയൻ അങ്ങനെയാണ് ആലോചിച്ചു പോയത്. യഥാർത്ഥത്തിൽ കാളീക്ഷേത്രത്തിലെ പൂജാരിയുടെ തസ്തികയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ എല്ലാ ജീവനക്കാരും അല്ലെങ്കിൽ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാവരും പ്രവർത്തിക്കുന്നതിന് ഓരോ തസ്തിക അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പൂജാരി അല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് പൂജ ചെയ്യാൻ കൊള്ളില്ല, അങ്ങനെയാണ് വന്നത്. അല്ലെങ്കിൽ യഥാവിധി ആ ക്ഷേത്ര ആചാരങ്ങൾക്ക് അനുസരണമായ ഒരു പൂജയല്ല ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ പൂജാരി അവിടെ എന്തിനാണ് നിലനിർത്തുന്നത്? സ്വാഭാവികമായി പറഞ്ഞു വിടുകയല്ലേ വേണ്ടത്. ഇപ്പോൾ ഹൃദയൻ പകരം പൂജ ശരിയാവാത്തത്, അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണദേവന് പൂജയുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനുള്ളിൽ ഉള്ള കാര്യങ്ങൾ, അതായത് കാളിമാതാവിൻ്റെ ആഭരണങ്ങൾ ഉൾപ്പെടെയുള്ള ആടയാഭരണങ്ങളുടെ എല്ലാം ചുമതല ഒക്കെ പൂജാരിയുടെ കൂടെ കസ്റ്റഡിയിലാണ് അതിരിക്കുന്നത്. നമ്മളിവിടെയും ക്ഷേത്രങ്ങളിലൊക്കെ നിയമിതനാകുമ്പോൾ പൂജാരിയുടെ കസ്റ്റഡിയിലാണ് ദേവൻ അണിയുന്ന വസ്ത്രവും അല്ലെങ്കിൽ ആഭരണങ്ങളുടെ എല്ലാം കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് പൂജാരി തന്നെയാണ്. അപ്പോൾ അത് ഏറ്റെടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ അത്തരം കാര്യങ്ങളിലൊന്നും പറ്റാത്തത് കൊണ്ടാണ് ഹൃദയനെ ആ ജോലി ഹൃദയനെ ഏറ്റെടുക്കുന്നു. സ്വാഭാവികമായി പിന്നീട് ഹൃദയൻ പൂജയുടെ കാര്യങ്ങളിലേക്ക് കടക്കും. അങ്ങനെയാണെങ്കിൽ ശ്രീരാമകൃഷ്ണദേവനെ ക്ഷേത്ര ജീവനക്കാരൻ അല്ലാതായിത്തീരുന്ന അവസരത്തിൽ അവിടുന്ന് പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ പറഞ്ഞു വിടുകയല്ലേ വേണ്ടത്. ഹൃദയനെ പറഞ്ഞു വിട്ടല്ലോ. ഹൃദയൻ ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ക്ഷേത്ര നിയമങ്ങൾക്കനുസരിച്ച് യോജിക്കാത്ത പ്രവൃത്തി ചെയ്തതുകൊണ്ട്, അതായത് മധുരനാഥ് വിശ്വാസിൻ്റെ ക്ഷേത്ര അധികാരിയായ മധുരനാഥ് വിശ്വാസിൻ്റെ മകൻ്റെ അതോ മകളുടെ കുഞ്ഞിൻ്റെ അല്ല മകൻ്റെ കുഞ്ഞിൻ്റെ പൂജ നടത്തിയത്, അതെ മകളുടെ കുഞ്ഞിൻ്റെ. അപ്പോൾ മകളുടെ കുഞ്ഞിൻ്റെ പൂജ നടത്തിയപ്പോൾ അത് ഒരു അന്ധവിശ്വാസത്തിൻ്റെ പ്രശ്നം അവിടെ ഉണ്ട്. കാര്യം അങ്ങനെ വന്നാൽ ആ കുഞ്ഞ് പെൺകുട്ടിയായതുകൊണ്ട് പെൺകുട്ടി വിധവയായിപ്പോവും. അങ്ങനെ ഒരു പ്രശ്നം അതിനകത്തുള്ളത് കൊണ്ട്, അങ്ങനെ ഒരു പൂജ ഹൃദയൻ നടത്തിയത് കൊണ്ട് ഹൃദയനെ പിരിച്ചുവിടും. പക്ഷേ ശ്രീരാമകൃഷ്ണദേവൻ പൂജ ശരിയാകുന്നില്ല എന്ന് ക്ഷേത്ര ജീവനക്കാരെല്ലാം പറഞ്ഞിട്ടും ശ്രീരാമകൃഷ്ണദേവനെ പറഞ്ഞു വിട്ടിട്ടില്ല. അല്ലെങ്കിൽ പറഞ്ഞു വിട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ തന്നെ തങ്ങാൻ
നിർബന്ധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതെന്താണ് കാരണം? ഇതാണ് മാസ്റ്റർ മഹാശയൻ ആലോചിക്കുന്നത്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ ദക്ഷിണേശ്വരത്തെ സാന്നിധ്യത്തിന് ഒരർത്ഥമുണ്ട്, അല്ലെങ്കിൽ ഒരർത്ഥം ഉണ്ടായിരിക്കണമല്ലോ എന്നുള്ള ഒരു ഇതിലേക്ക്, എങ്കിൽ ആ അർത്ഥം എന്താണ്? ഇതാണ് മാസ്റ്റർ മഹാശയൻ ആലോചിക്കുന്നത്. അത് ഇവിടെ നമ്മുടെ വചനാമൃതത്തിൽ ആ ഭാഗം വിവരിക്കുന്നുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ തന്നെ അത് പറയുന്നതായിട്ടാണ്. അതായത് ശ്രീരാമകൃഷ്ണദേവൻ ആ മാസ്റ്റർ മഹാശയൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഈ സംശയത്തിൻ്റെ ഉത്തരം ശ്രീരാമകൃഷ്ണദേവൻ തന്നെ പറയുന്നതായിട്ട് മാസ്റ്റർ മഹാശയൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ശ്രീരാമകൃഷ്ണദേവൻ അമ്മയോട്, കാളിമാതാവിനോട് പറഞ്ഞു, അമ്മേ, എൻ്റെ പൂജയുടെ ജോലി പോയി, പൂജ പോയി. അതുകൊണ്ട് ഇനി വാസനകളൊക്കെ പോകാതെ കാക്കണേ. പൂജ പോയി, അപ്പം കർമ്മം അവിടെ അവസാനിക്കുകയാണ്. എൻ്റെ ഈ വാസനകളൊക്കെ പോകാതെ കാക്കണേ. ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ്റെ വാസന എന്താണ്? ഭഗവത് പ്രേമം എന്നുള്ളതാണ് ആ വാസന. അത് പോകാം. കാര്യം പൂജ പോയി, ഇനിയിപ്പോൾ പൂജ ചെയ്യണ്ട, അമ്മയുടെ അടുത്ത് പോയി പൂജ ചെയ്യുക എന്നുള്ള ജോലിയില്ല. അപ്പം ഞാൻ പുറത്താവും. പക്ഷെ അമ്മയോടുള്ള എൻ്റെ ആ ബന്ധം പോകാതെ എന്നെ നോക്കണേ എന്ന് ശ്രീരാമകൃഷ്ണദേവൻ അമ്മയോട് അപേക്ഷിച്ചിരുന്നു. എന്നിട്ട് ശ്രീരാമകൃഷ്ണദേവൻ ആ സന്ദർഭത്തെ കുറെ കൂടെ ഒരു ആധ്യാത്മിക വശത്തിരുന്നുകൊണ്ട് വിവരിക്കുന്നത് ഇങ്ങനെയാണ്. വീണ്ടും അമ്മയോട് അരുളി, വെറും അദ്വൈത ജ്ഞാനം, ഭൂ ഭൂ, എത്ര നാൾ ഞാനെന്ന ബോധം എന്നിൽ വെച്ചിരിക്കുന്നുവോ അത്ര നാൾ ഭവതിയും സത്യം. പരമഹംസൻ ഒരു പിള്ള, പിള്ളയ്ക്കൊരു തള്ള വേണ്ടേ? പരമഹംസൻ ഒരു പിള്ളയാണ്, ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിനൊരു അമ്മ വേണ്ടേ? അപ്പോൾ ആ മകൻ, അമ്മ, ആ മാതൃത്വ ഭാവം നിലനിർത്തണേ എന്നുള്ള പ്രാർത്ഥനയാണ് ശ്രീരാമകൃഷ്ണദേവനെ, അതാണ് ശ്രീരാമകൃഷ്ണദേവൻ തുടർന്നും ദക്ഷിണേശ്വരത്ത് തുടരുന്നതിൻ്റെ പ്രധാനമായ ഒരു കാരണമായി മാസ്റ്റർ മഹാശയൻ കാണുന്നത്. പിന്നെ മാസ്റ്റർ ആലോചിക്കുകയാണ്. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞിട്ടുണ്ട്, ഈ അദ്വൈതം, ചൈതന്യം, നിത്യാനന്ദം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രീരാമകൃഷ്ണദേവൻ നേരത്തെ നമ്മളത് പറഞ്ഞ ഈ നിത്യാനന്ദത്തെക്കുറിച്ചും ചൈതന്യത്തെക്കുറിച്ചുമുള്ള വിശദമായ കാര്യങ്ങളാണ് നേരത്തെ ഉള്ള ഇതിൽ പറഞ്ഞത്. ഇപ്പം നമ്മൾ ഈ തുടക്കത്തിലും അതിൻ്റെ ഒരു സൂചന പറഞ്ഞത് അതാണ്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ സദാസമയം അമ്മയുടെ പ്രേമാനന്ദത്തിൽ മുഴുകി ഇങ്ങനെ ഇരിക്കുന്നു. ആ ആനന്ദമത്തനായി ഇരിക്കുന്ന അവസ്ഥയിലാണ്. മറ്റൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ച് ബാധിക്കുന്നതേയില്ല. പൂജയോ അല്ലെങ്കിൽ ആ ക്ഷേത്രാചാര കർമ്മങ്ങളോ അതല്ലെങ്കിൽ ഒന്നും തന്നെ ശ്രീരാമകൃഷ്ണദേവനെ സ്പർശിക്കുന്നതേയില്ല. സദാ ആനന്ദം, അമ്മയിലുള്ള ആ അമ്മയോടൊപ്പമുള്ള ആ ഒരു ചേർന്നിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മനസ്സിൻ്റെ അവസ്ഥയിലാണ് സദാസമയം ഇരിക്കുന്നത്. അപ്പോൾ ഈ ശ്രീരാമകൃഷ്ണദേവൻ ഇങ്ങനെ ഇരിക്കുന്ന ഈ സന്ദർഭം, ഇത്തരം ഒരവസ്ഥ കണ്ടിട്ട് ഇടയ്ക്ക് ഹസ്ര ഇവിടെ ഒരു അഭിപ്രായം പറയുന്നുണ്ട്. ഓഹ്, ധന്യൻ ധന്യൻ എന്ന് പറഞ്ഞു, എത്ര ധന്യനാണ് എന്ന് ഹസ്ര ഒരു അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹസ്രയെ സംബന്ധിച്ച് ശ്രീരാമകൃഷ്ണദേവൻ ഹസ്ര ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിന് ഹസ്രയെ സംബന്ധിച്ച് ശ്രീരാമകൃഷ്ണദേവൻ ഒരു കാര്യം പറയുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീരാമകൃഷ്ണദേവൻ്റെ കണ്ണിൽ ഈ
അമ്മയോടുള്ള ആ ബന്ധം, അത് ആ ആനന്ദമയമായ അവസ്ഥ ക്ഷേത്രത്തിൽ കാളിമാതാവിൻ്റെ ശ്രീകോവിലിൽ ഇരിക്കുമ്പോഴാകട്ടെ, സ്വന്തം മുറിയിലിരിക്കുമ്പോഴാകട്ടെ, അല്ലെങ്കിൽ ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൻ്റെ എവിടെയായിരുന്നാലും ശ്രീരാമകൃഷ്ണദേവനെ സംബന്ധിച്ച് ആ പരിസരത്തെ സംബന്ധിച്ച് യാതൊരു വ്യത്യാസവുമില്ല. ഒരു പൂജാരി എന്നുള്ള നിലയിൽ സാധാരണഗതിയിൽ ശ്രീകോവിലിനുള്ളിൽ പൂജ ചെയ്യുന്ന സമയത്താണ് ദേവനോ ആയിട്ടുള്ളൊരു അടുപ്പം എന്ന് സ്വാഭാവികമായി നമുക്ക് തോന്നാം. അങ്ങനെയാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ള രീതി. ദേവനെ ശ്രീകോവിലിനകത്ത് പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ ചെന്നിരുന്ന് ആ നാമം ജപിക്കുമ്പോൾ, മന്ത്രം ജപിക്കുമ്പോൾ, ആ പൂജ ചെയ്യുമ്പോൾ ആണ് പൂജാരിയും ദേവനും തമ്മിലുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് പ്രകടമാകുന്നത്. ശ്രീരാമകൃഷ്ണദേവനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ക്ഷേത്രത്തിൽ എവിടെ ഏത് ഭാഗത്തിരിക്കുന്നതും ശ്രീകോവിലിൽ അമ്മയുടെ അടുത്തിരിക്കുന്ന പോലെ തന്നെയാണ്. ആ വ്യത്യാസമേ വരുന്നില്ല. അപ്പോൾ ഇതാണ് ഹസ്ര ആ എത്ര ധന്യനാണ് അദ്ദേഹം എന്ന് ഹസ്ര ഒരഭിപ്രായ പ്രകടനം നടത്താനായിട്ടുള്ള ഒരു കാരണം. അപ്പം ഇവിടെ ഒരു പ്രത്യേകത, നമ്മളെപ്പോഴും ഹസ്രയെ കണ്ടിട്ടുള്ളത് ഈ ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയുടെ പുറമേ ഉള്ള വരാന്തയുടെ അറ്റത്ത് അവിടെയാണ് ഇരിക്കുക ഹസ്രയെ കൂടുതൽ സമയം അങ്ങനെയാണ് കാണുക. മറ്റാരൊക്കെ വന്ന് ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് വന്ന് ഈ മുറിയിൽ വന്നിരുന്ന് ശ്രീരാമകൃഷ്ണദേവനുമായിട്ട് സംഭാഷണം നടത്തുകയും സത്സംഗം നടത്തുകയും ഒക്കെ ചെയ്താലും ശരി, ഹസ്ര എപ്പോൾ നോക്കിയാലും ഈ മുറിക്കകത്തോട്ട് വരവില്ല. പകരം ആ ദക്ഷിണേശ്വരത്ത് ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയുടെ പുറത്തുള്ള വരാന്തയുടെ അറ്റത്താണ് ഇരിക്കുക. അവിടെയാണ് ഹസ്രയുടെ സ്ഥാനം ഹസ്ര തന്നെ നിശ്ചയിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ ഈ ഇന്നത്തെ ദിവസം, ഈ 10-ാം ദിവസത്തെ ഈ സന്ദർഭത്തിൽ മാസ്റ്റർ മഹാശയൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇന്ന് ഹസ്ര ആ മുറിക്കകത്തേക്ക് കയറി വന്നു. എന്നിട്ട് ശ്രീരാമകൃഷ്ണദേവൻ്റെ ഈ അവസ്ഥ, ഈ ആനന്ദാവസ്ഥ കണ്ടിട്ട് കൈകൂപ്പിക്കൊണ്ടാണ് ധന്യൻ ധന്യൻ എന്ന് പറഞ്ഞത്. ഹസ്രയിൽ ഇതുവരെ കാണാത്ത ഒരു ഭാവമാണ് ഇപ്പോൾ മാസ്റ്റർ മഹാശയൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഹസ്രയെ സംബന്ധിച്ചുള്ള ഒരു സങ്കല്പം ഇവിടെ മാറുകയാണ് പെട്ടെന്ന്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ഈ പറഞ്ഞത്, ഹസ്ര വന്നതും ഈ തൊഴുതുകൊണ്ട് ഇങ്ങനെ ധന്യൻ ധന്യൻ എന്ന് പറഞ്ഞതും, മാസ്റ്റർ മഹാശയൻ ഇത് ശ്രദ്ധിക്കുന്നതും ശ്രീരാമകൃഷ്ണദേവൻ കാണുന്നുണ്ട്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ഹസ്രയോട് പറഞ്ഞത് കളിയാക്കിക്കൊണ്ടാണ് പറഞ്ഞത്. ഒരു പുച്ഛരസത്തിലാണ് പറഞ്ഞത്. നിനക്കെന്തു വിശ്വാസം? ശ്രീരാമകൃഷ്ണദേവൻ ഹസ്രയോട് എന്ത് മനോഭാവമാണ് വെച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നത് മാസ്റ്റർ മഹാശയനുകൂടെ ബോധ്യമാകുന്ന തരത്തിലാണ് ശ്രീരാമകൃഷ്ണദേവൻ ആ സന്ദർഭത്തിൽ പ്രകടമാക്കിയത്. നിനക്ക് എന്തു വിശ്വാസമാണ്? നിനക്ക് വിശ്വാസം വല്ലതും? ഏതോ 10,000 രൂപയ്ക്ക് വേണ്ടി നീ ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറേയായി. നീ വന്നതേ അതിനു വേണ്ടിയാണ്. അപ്പോൾ എന്നിട്ട് നീ ഇപ്പോൾ വന്ന് ഈ പ്രകടനം നടത്തുകയാണ്, ധന്യൻ ധന്യൻ എന്നൊക്കെ പറഞ്ഞുള്ള പ്രകടനം നടത്തുകയാണ്. ശ്രീരാമകൃഷ്ണദേവനോട് വേഷം കെട്ടിയിരിക്കണമെന്ന് പറഞ്ഞ ആളാണ് ഹസ്ര. കാര്യം 4 പേര് കണ്ടാൽ ഒരു മതിപ്പ് വരണമെങ്കിൽ ഈ വേഷഭൂഷാദികളിലൊക്കെ ഒരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് രുദ്രാക്ഷമൊക്കെ അണിഞ്ഞ് വിഭൂതിയൊക്കെ ചാർത്തി കണ്ടു കഴിഞ്ഞാൽ ഒരു സന്യാസി മഹർഷിയാണെന്ന് തോന്നുന്ന വിധത്തിൽ ഇരിക്കണം നിങ്ങൾ എന്ന് ശ്രീരാമകൃഷ്ണദേവനെ വേഷം കെട്ടിക്കാൻ ശ്രമിച്ച ഒരാൾ കൂടിയാണ് ഹസ്ര. ഇതെല്ലാം കൂടെ കണക്കാക്കിക്കൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്, നിങ്ങൾക്കെന്തു വിശ്വാസം? നിങ്ങൾക്ക് എവിടെയാണ് വിശ്വാസം? ഇത് ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? പക്ഷെ നിങ്ങൾ എന്തിനാണ് ഇവിടെ ഉള്ളത്? അതും ഈ കൂട്ടത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ സംഭാഷണത്തിൽ വ്യംഗ്യമായി അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കാളി മാതാവിൻ്റെ ഈ ക്ഷേത്രത്തിൽ കാളി മാതാവിൻ്റെ നാടകമാണ് അരങ്ങേറുന്നത്. കാളി മാതാവിൻ്റെ നാടകമാണ് ഇവിടെ അരങ്ങേറുന്നത്.
ഈ നാടകത്തിൽ ഓരോരുത്തർക്കുള്ള വേഷങ്ങൾ നിശ്ചയിച്ചു കൊടുത്തിട്ട് അതനുസരിച്ചാണ് ഓരോരുത്തരും ഇവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നിനക്ക് തന്നിരിക്കുന്ന വേഷം ജഡിലൻ്റെയും കുടിലൻ്റെയും വേഷം. ജഡില കുടിലന്മാരുടെ അത് രണ്ടുപേർക്കും കൂടെ ഉള്ളത് ഒരാൾക്കങ്ങ് കൊടുത്തിരിക്കുക. ഇപ്പം ജഡില കുടിലന്മാരുടെ ബംഗാളി നാടകത്തിൽ വളരെ രസകരമായ ഒരു കഥാപാത്രമാണ് ജഡില കുടിലന്മാർ. നമ്മൾ ഈ പഴയ മലയാള സിനിമയുടെ കാര്യം പറയുമ്പോൾ ബാസി ബഹദൂർ എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അവരെ വെച്ചിരിക്കുന്നത് ആ സീരിയസ് ആയിട്ട് നടക്കുന്ന ഒരു കഥയ്ക്കിടയിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അല്പം രസം പകരാനായിട്ട് ഒരു കോമഡി ട്രാക്ക് അതിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെയും ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു. ഈ അവതാര നാടകത്തിൻ്റെ കോമഡി ട്രാക്കിലാണ് നിങ്ങളെ വെച്ചിരിക്കുന്നത് ജഡില കുടിലന്മാരായ പോലെ. ഇതിനിടയിൽ കിടന്നുകൊണ്ട് കളിക്കുക. അപ്പോൾ ഈ കളിക്ക് കാളിമാതാവ് അവതരിപ്പിക്കുന്ന ഈ കളിക്കൊരു രസം പകരാനായിട്ട്. അപ്പോൾ ഇത് ഈ ഭാഗം 7 വചനാമൃതം ഭാഗം 7 11-ാം അധ്യായത്തിൽ ഇതിൻ്റെ ഒരു ഭാഗം ശ്രീരാമകൃഷ്ണദേവൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 7-ാം ഭാഗത്ത് വന്ന സമയത്ത് അവിടുത്തെ 11-ാം അധ്യായത്തിൽ പറയുന്നൊരു ഭാഗമുണ്ട്. പ്രാണകൃഷ്ണൻ വന്ന സമയത്താണ്. പ്രാണകൃഷ്ണൻ തുടങ്ങിയ ആൾക്കാർ വന്നപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഈ നേരത്തെ പറഞ്ഞില്ലേ ഹസ്ര ഒരിക്കലും മുറിയിലേക്ക് കടന്നു വന്നിരിക്കാറില്ല, വെളിയിലാണ് ഇരിക്കാറ്. അപ്പം അതിന് പറഞ്ഞത് ഹസ്ര ഒരു ചെറിയ പള്ളി ആണ്, പുറത്തിരിക്കുകയാണ്. സ്വയം പറഞ്ഞു ഇത് പെരിയ പള്ളിയാണ്, ഈ ഇരിക്കുന്നത് ഒരു പെരിയ പള്ളിയാണെങ്കിൽ അതൊരു ചെറിയ പള്ളി എന്നുള്ള ഭാവത്തിലാണ് അവിടെ വാതുക്കെ ഇരിപ്പുണ്ട് ഒരാൾ. അതായത് ശ്രീരാമകൃഷ്ണദേവനെ അനുകരിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ആ ആധ്യാത്മിക ഭാവത്തെ അനുകരിക്കുന്ന തരത്തിൽ വരാന്തയുടെ അറ്റത്തിരിക്കുന്ന ഒരാൾ. ഇത് നേരത്തെ ശ്രീരാമകൃഷ്ണദേവൻ ഹസ്രയെക്കുറിച്ച് ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതാണ് പറഞ്ഞത് ഈ ജഡില കുടിലന്മാരുടെ റോളിന് വേണ്ടി ആ രംഗത്തിൻ്റെ ഒരു മൂലയ്ക്ക് ഇരുത്തിയിരിക്കുകയാണ് ഹസ്രയെ. അതായത് ഇവിടെ സംഭവിക്കുന്നത് ഈശ്വരൻ തന്നെയാണ് ഇതിൻ്റെ എല്ലാം കർത്താവ്. ഇവിടെ എന്തൊക്കെയാണോ സംഭവിക്കുന്നത്, അതിപ്പോൾ ഹസ്രയാണെങ്കിലും ശരി, മാസ്റ്റർ മഹാശയൻ ഇവിടെ വന്നിരിക്കുന്നതായാലും ശരി, മറ്റെന്തെല്ലാം ഇവിടെ നടക്കുന്നോ അതെല്ലാം തന്നെ ഈശ്വരൻ തന്നെയാണ് ഇതിൻ്റെ കർത്താവ്. ബാക്കി എല്ലാവരും അതിനനുസരിച്ച റോളിൽ അഭിനയിക്കുന്നവർ മാത്രമാണ്. ഓരോരുത്തർക്കും നിശ്ചയിച്ച റോളിൽ അഭിനയിക്കുന്നു, പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇച്ഛ അനുസരിച്ചാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. അപ്പോൾ ഹസ്ര ഇങ്ങനെ പറഞ്ഞപ്പോൾ ഹസ്ര ഇതിനകത്ത് കയറി ഇടപെട്ടു. ഹസ്ര ചിലപ്പോൾ കയറി അഭിപ്രായങ്ങളൊക്കെ പറയും. ഹസ്ര പറഞ്ഞത് അങ്ങനെ അതായത് ഈശ്വരേച്ഛയാണ് ഈ ഇവിടെ നടക്കുന്നതെന്നും അദ്ദേഹത്തിൻ്റെ ഇച്ഛ മാത്രമാണ് ഈ ഓരോരുത്തരുടെ റോൾ എന്താണെന്ന് നിശ്ചയിക്കപ്പെട്ടതെന്നും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അതിനനുസരിച്ചാണെന്നുള്ള ഭഗവാന്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ ഹസ്ര പറഞ്ഞു അതങ്ങനെ വിശ്വസിക്കാൻ മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ്. അങ്ങനെ പറഞ്ഞാൽ അത് മനസ്സിലാവില്ല, അത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമുണ്ട്. അപ്പോൾ അത് ഇവിടെ വചനാമൃതത്തിൽ മുമ്പ് ഒരവസരത്തിൽ അത് ഒരിടത്ത് ഇത് പറയുന്നുണ്ട്. അതൊന്ന് എടുത്തു നോക്കാം. ഈ ഒരു ഹസ്ര പറഞ്ഞതിൻ്റെ ഈ ഒരു കാര്യത്തെ. അതെ അപ്പം അത് ഭഗവാൻ അതിന് നേരത്തെ തന്നെ, അതായത് ഇത് മുൻപ് ഉള്ള ഒരു ഭാഗത്താണ് ഇത് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ ഏതാണ്ട് വചനാമൃതത്തിൻ്റെ 11-ാം ഭാഗത്ത് തന്നെ ഹസ്ര ഈ മനസ്സിലാക്കാൻ പ്രയാസം എന്ന് പറഞ്ഞ കാര്യത്തിന് നമ്മൾ 17-ാം ഭാഗത്തിലാണ് അത് വായിക്കുന്നത്. പക്ഷെ 11-ാം ഭാഗത്തിൽ തന്നെ ഭഗവാൻ ഇതിൻ്റെ ഉത്തരം നൽകിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ വചനാമൃത വായനയുടെ ഒരു പ്രത്യേകത. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഉത്തരം ചിലപ്പോൾ ഈ 17-ാം ഭാഗത്ത് പറയുന്ന കാര്യത്തിൻ്റെ ശരിയായ ഉത്തരം അത് കിടക്കുന്നത് 11-ാം ഭാഗത്ത്, വളരെ മുമ്പ് 5-6 അധ്യായം മുമ്പാണത് ഉണ്ട്. നമ്മൾ വായിച്ചു പോന്നവരാണ്. അപ്പം നമ്മെ ഈ വചനാമൃത വായന സൃഷ്ടിക്കുന്നത്, ഇത് മുമ്പൊരിക്കലും നമ്മളിത് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു സഞ്ചാരമാണ്. അല്ലാതെ ഒരു സാധാരണഗതിയിൽ ഒരു ഗ്രന്ഥം വായിക്കുന്ന പോലെ തുടക്കം, ആദി, മധ്യ, അന്തം എന്നുള്ള രീതിയിൽ ഒരു
കണ്ടിന്യൂറ്റി അല്ല വചനാമൃതത്തിൻ്റെ പ്രത്യേകത. വചനാമൃതത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ചിലപ്പോൾ പിന്നാക്കം പോകും. പിന്നാക്കം പോയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്താണ് ഇത് പറഞ്ഞു വന്നതിൻ്റെ കാരണം. ഇവിടെ ഹസ്ര പറഞ്ഞല്ലോ അത് മനസ്സിലാക്കാനായിട്ട് വലിയ പ്രയാസം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ഇവിടെ അന്ന് ഈ 11-ാം ഭാഗത്തിൽ ഈ ഭാഗത്തൊരു കഥ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ഈ ഒരു സാധു ഒരു സന്യാസിയുടെ അവതാരവും തമ്മിലുള്ള, ഒരു സന്യാസിയും അവതാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇവിടെ കാര്യം. ഇവിടെ എങ്ങനെയാണ് ഓരോരുത്തർക്കുള്ള റോൾ നിശ്ചയിക്കപ്പെടുമ്പോൾ ആ റോളിൻ്റെ വ്യത്യാസം എന്താണ് എന്നാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു അവതാരവും സന്യാസിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് പറഞ്ഞു കൊടുത്ത്, അത് നേരത്തെ പറഞ്ഞതിൻ്റെ ഭാഗം. അതൊരു ഭൂകൈലാസത്തിൽ ഒരു സാധു സന്യാസി സമാധിയിരിക്കുന്നു. അപ്പം സമാധി പലതരത്തിലുണ്ട്. ഋഷികേശത്തിലെ ഒരു സാധു പറഞ്ഞതുമായി എൻ്റെ അനുഭവം യോജിച്ചു കണ്ടു. എന്താണത്? ചിലപ്പോൾ ഉറുമ്പരിക്കുന്നത് പോലെ ശരീരത്തിലെ വായു സഞ്ചരിക്കുന്നതായി കാണാം. പിന്നെ ചിലപ്പോൾ കുരങ്ങ് ഒരു കമ്പിൽ നിന്ന് വേറൊന്നിലേക്ക് ചാടും പോലെ തോന്നും. ചിലപ്പോൾ മത്സ്യം നീന്തും പോലെ തോന്നും. ഇത് അനുഭവം വെച്ചിട്ട് പറയും, ഓരോ അനുഭവങ്ങളാണ് പറയുന്നത്. ഇതനുഭവിച്ച് മനസ്സല്പം താഴോട്ട് വരുമ്പോൾ, അതായത് ഈ സമാധിയാവസ്ഥയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവതലമാണ് ഈ പറഞ്ഞത്. ചിലപ്പോൾ ഒരു എറുമ്പരിക്കുന്ന പോലുള്ളൊരവസ്ഥ, ചിലപ്പോൾ ഒരു കുരങ്ങ് കിടന്ന് ചാടുന്ന പോലുള്ളൊരവസ്ഥ, മറ്റൊരു മത്സ്യം നീന്തും പോലുള്ളൊരവസ്ഥ. ഇത് അനുഭവിച്ചുള്ളവർക്ക് അറിയാം. സമാധിയിൽ ഉലകത്തെ മറക്കുന്നു, മനസ്സല്പം താഴോട്ട് വരുമ്പോൾ ഞാൻ പറയും, അമ്മേ എന്നെ സുഖപ്പെടുത്തൂ, ഞാൻ വർത്തമാനം പറയട്ടെ. അപ്പോൾ ഇവിടെ ഈശ്വരകോടികൾക്കല്ലാതെ, അതായത് അവതാര പുരുഷന്മാർക്കല്ലാതെ സമാധിയിൽ നിന്ന് മടങ്ങി വരാൻ സാധ്യമല്ല. ഇവിടെ ഭഗവാൻ ഈ ഒരു മുൻപ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ശ്രീരാമകൃഷ്ണദേവൻ അവതാരമാണ്, പക്ഷെ ഈ അവതാരമായിരിക്കെ തന്നെ സമാധ്യാവസ്ഥയിലേക്ക് എത്തുകയും തിരിച്ച് സാധാരണ നിലയിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്നതിൻ്റെ കാര്യകാരണങ്ങളാണ് മുൻപ് പറഞ്ഞു കൊടുത്തത്. കാരണം ഈ ലോക നന്മയ്ക്ക് വേണ്ടി, ഈ ലോകത്ത് തൻ്റെ ആ അവതാരോദ്ദേശം നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് സമാധ്യാവസ്ഥയിൽ നിന്ന് മടങ്ങി വരുന്നത്. ഇത് പലതവണ നമ്മൾ ഈ സമാധ്യാവസ്ഥയിൽ നിന്ന് ഭഗവാൻ മടങ്ങി വരുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്ത ഭാഗത്തൊക്കെ ഇത് നമ്മൾ പലതവണ പറഞ്ഞതാണ്. ഇവിടെ വീണ്ടും ഇത് തന്നെയാണ് ആവർത്തിച്ച് ഹസ്രയുടെ ചോദ്യത്തിന്, അതായത് ഈശ്വരൻ്റെ നിശ്ചയത്തിനനുസരിച്ച് തൻ്റെ റോൾ, ഒരവതാരം ആണെങ്കിൽ പോലും അവതാരത്തിന് പോലും ആ റോൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതാണ് മുമ്പ് നമ്മൾ ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയൊക്കെ കാര്യം പറഞ്ഞ സന്ദർഭത്തിലും ഇത് തന്നെ പറഞ്ഞു. എന്തുകൊണ്ടാണ് മനുഷ്യ അവതാരം എടുത്തു വരുമ്പോൾ ഈശ്വരന് പോലും മനുഷ്യ സഹജമായ എല്ലാ ഘടനകളിലൂടെയും സഞ്ചരിച്ചേ മതിയാകും, ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ. അപ്പം അതാണ് ഈശ്വരൻ നൽകുന്ന ഒരു റോൾ എന്ന് പറയും. ഇവിടെ ഈശ്വരൻ തന്നെയാണ് കർത്താവ് എന്ന് പറഞ്ഞതിന് ഹസ്രയ്ക്ക് കൊടുക്കുന്ന മറുപടി. അപ്പം ഹസ്രയോട് പോലും യഥാർത്ഥത്തിൽ ഇത് ഹസ്രയ്ക്ക് മനസ്സിലാവണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ ഹസ്രയ്ക്ക് ഇത് മനസ്സിലാക്കണമെന്ന് ആഗ്രഹവും കാണണമെന്നില്ല. പക്ഷെ ഹസ്രയോട് പോലും ഇത്രയും കൃത്യമായി ഭഗവാൻ ആ ചോദ്യങ്ങളെ അവഗണിക്കുന്നില്ല. അതേസമയം തൊട്ട് മുമ്പ് ഹസ്രയെക്കുറിച്ച് പറഞ്ഞതോ, നീ വെറും ഒരു ജഡില കുടിലിനാണ് എന്നും പറഞ്ഞങ്ങ് തള്ളിക്കളഞ്ഞാൽ പോരെ. ഈ കളിക്കിടയിൽ ഒരു കളിക്ക് കൊഴുപ്പ് കൂട്ടാനിരിക്കുന്ന ഒരു ഹാസ്യ കഥാപാത്രമായിട്ട് മാത്രം കണ്ടാൽ പോരെ. അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്രയും അഗാധ തലത്തിലുള്ള ഒരു ആധ്യാത്മിക അവസ്ഥയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയോ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ കേൾവിക്കാരനായിട്ട് ഹസ്ര മാത്രമല്ല, മാസ്റ്റർ മഹാശയനും തൊട്ടടുത്ത് നിൽപ്പുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഇത് മാസ്റ്റർ മഹാശയനുള്ള പാഠങ്ങളാണ്. ചോദ്യം ഹസ്രയിൽ നിന്നുണ്ടായി എന്ന് മാത്രം, ചോദ്യം ഹസ്രയിൽ നിന്നുണ്ടായി എന്ന് മാത്രം, പാഠം മാസ്റ്റർ മഹാശയൻ. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ഈ ഹസ്ര ഒരു സോഹം എന്ന് പറയുന്ന, അതായത് അഹം ബോധത്തിൽ മാത്രം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഹസ്ര. അതുകൊണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം ധനവും സ്ഥാനവും ഇതൊക്കെയാണ് അയാളുടെ ലക്ഷ്യം.
അയാളുടെ സോഹംഭാവം ഇതാണ്. അഹംഭാവം ഇതാണ്. സോഹംഭാവം ഇതാണ്. എന്താണ്? അയാളുടെ ആവശ്യം വളരെ പരിമിതമാണ്. അത് ധനമോ സ്ഥാനമാനങ്ങളോ മാത്രമാണ്. നമുക്ക് മാസ്റ്റർ മഹാശയനാണ് ഈ പാഠങ്ങൾ പോകുന്നത്, അല്ലാതെ ഹസ്രയെ ബോധ്യപ്പെടുത്താനല്ല. ചോദ്യം ഹസ്രയുടെയാണ്. ഹസ്ര രംഗത്ത് നിൽക്കുന്നതും ഹസ്രയാണ്. പക്ഷെ പാഠഭാഗം ചെല്ലുന്നത് മാസ്റ്റർ മഹാശയനാണ്. അപ്പോൾ എന്താണ് ആ സ്വാഹംഭാവം എന്താണ് എന്ന് ഉള്ള പാഠമാണ് അവിടെ പറഞ്ഞു കൊടുത്തത്. ഹസ്ര ഇങ്ങനെയൊക്കെ ചോദിക്കുന്നെങ്കിലും ഹസ്രയ്ക്ക് ഇത് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ പോലും, അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, അയാളെ സംബന്ധിച്ചിടത്തോളം ധനവും അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളും മാത്രം ലക്ഷ്യമിട്ടിരിക്കുന്ന ഒരു സ്വാഹംഭാവത്തിൽ ഇരിക്കുന്ന ഒരാളാണ്. അതായിരിക്കരുത് ഒരു സാധകന്റെ അവസ്ഥ എന്നുള്ള പാഠമാണ് ഇവിടെ ഭഗവാൻ കൊടുക്കുന്നത്. പൂജയും നിവേദ്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനസ്സിൻ്റെ ഭ്രമമാണെന്നൊക്കെ ഹസ്ര ന്യായവാദങ്ങൾ പറയാറുണ്ട്. ഹസ്രയ്ക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. ഇതിനൊക്കെ വിശ്വാസമുണ്ടായ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള ബോധ്യമൊന്നും അയക്കില്ല. അയാൾ അതിനെക്കുറിച്ചൊന്നുള്ള ബോധമുള്ള ആളല്ല. പക്ഷെ അയാൾക്ക് ഏത് ആധ്യാത്മിക വിഷയം ആര് സംസാരിച്ചാലും അതിനെയൊക്കെ എതിർക്കുക, തർക്കിക്കുക എന്നുള്ളത് അയാളുടെ ഒരു സ്വഭാവമായിട്ട് വന്നു. അപ്പോൾ അയാൾ പറയുന്നൊരു കാര്യം, ഈ പൂജയും നിവേദ്യം വെക്കലും ഇതൊന്നും ഒരു പ്രയോജനമുള്ള കാര്യമല്ല എന്ന് ഹസ്ര നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇതൊക്കെ മാസ്റ്റർ മഹാശയന് നൽകുന്ന പാഠങ്ങളാണ്. അതിൻ്റെ അപകടം എന്താണ്? ഇയാൾ ഈ തർക്കിക്കുന്നതിൻ്റെയൊക്കെ ഒരു അപകടം, നരേന്ദ്രനെ പോലുള്ളവർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പോൾ നരേന്ദ്രനെ ഉപദേശിക്കും. ഇയാൾ അവർ ചെറുപ്പക്കാരാണ്, അവർക്ക് പെട്ടെന്ന് അവരുടെ ഉള്ളിൽ ചാഞ്ചാട്ടം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഈ വചനാമൃതം വായിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും നമുക്ക് കാണാം, നരേന്ദ്രൻ കൂടെ ഹസ്രയുടെ അടുത്തേക്ക് വളരെ ആവേശപൂർവ്വം പോകുന്നത് കാണാം. ശ്രീരാമകൃഷ്ണദേവൻ അകത്ത് സത്സംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സംഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചു നേരം മുന്നിലിരിക്കുന്ന നരേന്ദ്രനെ പിന്നെ നോക്കുമ്പോൾ കാണില്ല. ഇപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ശ്രദ്ധിക്കുന്നുണ്ട് അത് എവിടെയാ പോയെന്ന്. ഇയാൾ ഹസ്രയുടെ അടുത്ത് പോയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശ്രീരാമകൃഷ്ണദേവൻ നേരെ ഈ ഹസ്രയും നരേന്ദ്രനും സംസാരിക്കുന്ന ഭാഗത്തേക്ക് പെട്ടെന്ന് ഇറങ്ങി വരും. അത്രമാത്രം ശ്രദ്ധാലുവാണ് ശ്രീരാമകൃഷ്ണദേവൻ. കാര്യം, ഹസ്രയുടെ അടുത്ത് എന്ന് ജ്ഞാനവിചാരം ചെയ്യുന്നത് ശരിയല്ല. അത് ശ്രീരാമകൃഷ്ണദേവൻ അറിയാം. അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ പെട്ടെന്ന് നരേന്ദ്രൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ പെട്ടെന്ന് പോകുന്നത്. അപ്പം ഈ തരത്തിൽ എത്രമാത്രം ശ്രദ്ധയോടുകൂടിയാണ് ഭഗവാൻ അവിടെ ഒരിടത്ത് ഇരിക്കുന്നു എങ്കിൽ പോലും ഓരോ വ്യക്തികളിലേക്കുമുള്ള ഭഗവാന്റെ ശ്രദ്ധ, അതിപ്പോൾ ലാട്ടു ആയാലും ശരി, നരേന്ദ്രനായാലും ശരി, അതേപോലെ ആധാർലാൽ സെൻ വന്നാലും ശരി, മറ്റ് ആരൊക്കെ വരുന്നു, ബൽറാം ബസു വന്നാലും ശരി, വരുന്ന ഓരോരുത്തർക്കും ഭഗവാൻ വ്യത്യസ്തമായ ശ്രദ്ധ നൽകുന്നുണ്ട്. അല്ലാതെ ഒരു പൊതുകാര്യമല്ല ഭഗവാൻ. നമ്മൾ ഈ വചനാമൃതം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പൊതു തത്വം ഒരു ഗ്രൂപ്പിനെ ഇരുത്തി സംഭാഷണം നടത്തുന്നില്ല ഭഗവാൻ. ഭഗവാൻ സംസാരിക്കുന്നത് ആരൊക്കെയാണോ മുൻവശത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്നത് അവരോടെല്ലാം പ്രത്യേകമാണ് സംസാരിക്കുന്നത്. സംസാരിക്കാൻ ഇരിക്കുന്നത് പൊതുവായിട്ടാണ്, സംസാരിക്കുന്ന സന്ദർഭത്തിലും പൊതുവായിട്ടാണ്. പക്ഷെ ഓരോ സംഭാഷണവും ആരെ ഉദ്ദേശിച്ചാണ്, ആർക്ക് വേണ്ടിയാണ് എന്നുള്ളതിൻ്റെ നിഷ്കർഷ ഭഗവാനുണ്ട്. അത്രമാത്രം പിൻ പോയിന്റ് ചെയ്തിട്ടാണ് ഭഗവാൻ ഓരോ കാര്യങ്ങളും സംഭാഷണം. അല്ലാതെ പൊതുവായി വന്ന് ഒരു പൊതു തത്വം പറഞ്ഞ് ആളുകളെ പഠിപ്പിച്ച് വിടുകയല്ല ചെയ്യുന്നത്. ഓരോരുത്തർക്കും കൊടുക്കേണ്ട പാഠം ഓരോ തരത്തിലാണ്. അത് വ്യത്യസ്തമായി തന്നെയാണ്. അതിപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് വരുന്ന കാലത്തായാലും ഗിരീഷ് ചന്ദ്ര ഘോഷ് ഈ കൂട്ടത്തിലാണ് ഗിരീഷ് ചന്ദ്ര ഘോഷും വന്നിരിക്കുന്നത്. ഈ കൂട്ടത്തിലാണ് സുരേന്ദ്രനാഥ മിത്രയും ഇരിക്കുന്നത്. ഈ കൂട്ടത്തിലാണ് മനോമോഹൻ മിത്ര ഇരിക്കുന്നത്. ഈ കൂട്ടത്തിലാണ് രാമചന്ദ്ര ദത്ത് ഇരിക്കുന്നത്. ഇതേ കൂട്ടത്തിൽ തന്നെയാണ് പ്രേമാനന്ദ സ്വാമികൾ, ബാബുറാം ഇരിക്കുന്നത്, അല്ലെങ്കിൽ നരേന്ദ്രൻ ഇരിക്കുന്നത്. ഇതേ കൂട്ടത്തിൽ തന്നെയാണ് മാസ്റ്റർ മഹാശയൻ ഇരിക്കുന്നത്. നമുക്ക് ഓരോരുത്തരോടും
സംഭാഷണവും ഓരോരുത്തർക്കും കൊടുക്കേണ്ട അറ്റൻഷൻ, ഓരോരുത്തർക്കും നൽകുന്ന ആ കരുതൽ, ഇതെല്ലാം അറ്റ് എ ടൈമാണ് ഇത് സംഭവിക്കുന്നത്. അല്ലാതെ ഇത് പ്രത്യേകം ഒരാളെ മാറ്റി നിർത്തിയല്ല സംഭാഷണം നടത്തുന്നത്, അറ്റ് എ ടൈമാണ്. ചില സന്ദർഭങ്ങളിൽ ഭഗവാൻ ഇതിങ്ങനെ ആളുകളുടെ അടുത്ത് ചെന്നിട്ട് പതുക്കെ രഹസ്യമായിട്ടും ചിലത് പറയും. അത് മാസ്റ്റർ മഹാശയനും അത് പലതവണ ആ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പൊതുവായി ചില കാര്യങ്ങൾ പറയുന്നതിനിടയിൽ പെട്ടെന്ന് ചോദ്യം ചോദിക്കുന്ന ആൾക്ക് കൊടുക്കുന്ന ഉത്തരത്തിനിടയിൽ മാസ്റ്റർ മഹാശയനെ സംബന്ധിച്ചിടത്തോളം ആ ഉത്തരം ഒരു കുഴപ്പത്തിലാക്കി എന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് മാസ്റ്റർ മഹാശയൻ്റെ തൊട്ടടുത്ത് വന്ന് അതിന് ഒരു പ്രത്യേക മാസ്റ്റർ മഹാശയന് വേണ്ടി ഒരു ചെറിയ ഉത്തരം വേറെ പറയും. അതായത് മാസ്റ്റർ മഹാശയൻ വീട്ടിൽ നിന്ന് വന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭാര്യ ഈശ്വര സാക്ഷാത്കാരത്തിന് വിഘാതമായി നിൽക്കുകയാണെങ്കിൽ ഉപേക്ഷിച്ചേക്ക് എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് വന്നപ്പോഴാണ് പെട്ടെന്ന് മാസ്റ്റർ തലയ്ക്കും കൈ കൊടുത്തിരിക്കുന്നത് കണ്ടിട്ട് ഭഗവാൻ നേരെ പെട്ടെന്ന് ആ സംഭാഷണത്തിനിടയിൽ പെട്ടെന്ന് മാസ്റ്റർ മഹാശയൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അല്ല, അങ്ങനെ പോകുന്ന സാധകൻ്റെ ഭാര്യ സാധകനോടൊപ്പം തന്നെ വരും, അതുകൊണ്ട് പേടിക്കണ്ട എന്ന് പറഞ്ഞ് മാസ്റ്റർ മഹാശയനെ സമാധാനിപ്പിക്കുന്ന ഒരു രംഗം നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ്. ഇതാണ് ഭഗവാന്റെ ഒരു ആറ്റിറ്റ്യൂഡ്. ഓരോരുത്തർക്കും അവരവർക്ക് വേണ്ട, ഒരു ഗ്രൂപ്പിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും, എത്ര പേരാണ് ഇരിക്കുന്നതെങ്കിൽ പോലും ഓരോരുത്തർക്കും കൊടുക്കേണ്ട അറ്റൻഷൻ, ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവും നൽകുന്നുണ്ട്. ഓരോരുത്തരുടെയും മനസ്സിൽ ഉയരുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല അവർ, പക്ഷെ ആ മനസ്സിൽ ഉയരുന്ന, അങ്ങനെയാണ് ഈ വന്നവരെല്ലാം ഇവിടെ സ്ഥിരം വരാൻ തുടങ്ങിയത്. കാര്യം അവർ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച ചോദ്യങ്ങൾക്കാണ് ഭഗവാൻ ഉത്തരം നൽകുന്നത്. സുരേന്ദ്രനാഥ മിത്രയൊക്കെ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞ കൂട്ടത്തിൽ. ഈ തരത്തിലാണ് ഭഗവാൻ മാസ്റ്റർ മഹാശയനെ പരിഭാഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗം വരുമ്പോഴാണ് ഈ 10ാം ഇതിൻ്റെ ഇന്നത്തെ ദിവസം അവസാനിക്കുന്നതിന് മുമ്പ്, ഈ 10ാം ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് മാസ്റ്റർ മഹാശയൻ ആ ക്ഷേത്രത്തിൻ്റെ വൈകുന്നേരം ക്ഷേത്രത്തിൻ്റെ ആ മുറ്റത്ത് ഉലാത്തിക്കൊണ്ട് അങ്ങനെ ഉലാത്തുന്നുണ്ട്. ഇതെല്ലാം ഈ ഒരു ദിവസം മുഴുവനും കേട്ട കാര്യങ്ങളും പഠിച്ച കാര്യങ്ങളും എല്ലാം മനസ്സിൽ വഹിച്ചുകൊണ്ട് ഏകാന്തത്തിൽ ആ വൈകുന്നേരമായപ്പോൾ ആ ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് മാസ്റ്റർ മഹാശയൻ ഇങ്ങനെ നടക്കുന്ന രംഗത്തോടു കൂടിയാണ് 10ാം ദിവസം അവസാനിക്കുന്നത്. എന്നിട്ട് അപ്പോൾ ആ ചിന്തിച്ചത് ഇതാണ്, ഈ ശ്രീരാമകൃഷ്ണദേവൻ ആരാണ്? നമുക്ക് വേണ്ടി സ്വയം ശരീരമെടുത്ത് ഭഗവാൻ വന്നിരിക്കുന്നല്ലോ. അവതാരമല്ലെങ്കിൽ പിന്നെ നിർവികൽപ്പ സമാധിയിൽ നിന്ന് താഴേക്ക് വരാനൊക്കില്ലല്ലോ. മാസ്റ്റർ മഹാശയൻ ഒരു ബോധത്തിലേക്ക് എത്തുകയാണ് അവിടെ. മാസ്റ്റർ മഹാശയൻ ആ നടന്നുകൊണ്ട് ആലോചിക്കുക, ഈ നിർവികൽപ്പ സമാധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന, ഇടയ്ക്കിടയ്ക്കെങ്കിലും നിർവികൽപ്പ സമാധിയിൽ ഒരാൾ എത്തിയാൽ പിന്നെ അതോടുകൂടി പോവുകയാണ് പതിവ്. ഇവിടെ ഭഗവാൻ നമുക്ക് വേണ്ടിയല്ലേ കൂടെ കൂടെ താഴോട്ട് വരുന്നത്, നമ്മളോടൊപ്പം വീണ്ടും വരുന്നത്. ഈ ഭൂമിയുടെ ആ ലൗകിക അവസ്ഥയിലേക്ക് ഭഗവാൻ കൂടെ കൂടെ വരുന്നത് നമുക്ക് വേണ്ടിയല്ലേ എന്ന് മാസ്റ്റർ മഹാശയൻ ആത്മഗതം നടത്തിക്കൊണ്ട് ആലോചിച്ചുകൊണ്ട് വൈകുന്നേരം നടക്കുന്നതാണ് 10ാം ദിവസത്തിൻ്റെ അവസാനമായി കാണുന്നത്. നമ്മളും ഒക്കെ ആ തരത്തിൽ ഒരു നമുക്ക് വേണ്ടിയല്ലേ ഭഗവാൻ ഇതെല്ലാം മാസ്റ്റർ മഹാശയന് പറഞ്ഞു കൊടുത്ത് എഴുതിച്ച് നമുക്ക് വേണ്ടി, നമ്മുടെ ആ അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വേണ്ടി, ഓരോ ഗൃഹസ്ഥാശ്രമിക്കും ഓരോ ഭക്തനും വേണ്ടിയാണ് ഭഗവാൻ ഇതെല്ലാം ഇത്രയും വ്യക്തമായി പറഞ്ഞതെന്ന്, നമുക്ക് വേണ്ടിയാണ് മാസ്റ്റർ മഹാശയൻ ഇത് എഴുതിയതെന്ന് ഈ സന്ദർഭത്തിൽ നമുക്കും ഓർക്കാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണി അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ 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 നമസ്തേ. നാമം ചൊല്ലി. ഓം ശ്രീ ശാരദാദേവി നമഃ. ഓം ശ്രീ ശാരദാദേവി